എല്ലാ വിഡ്ഢിത്തരങ്ങൾക്കും ഒരു അതിരുണ്ട്. നിങ്ങൾ ആദ്യം കാതെ വിട്ടെ. വിടാനല്ലേ പറഞ്ഞു. ഞാൻ വിടില്ല. നവീൻ അവിടെ നിക്ക്. എന്തർത്ഥത്തിലാ നവീൻ ഇത് ഗാഥ തന്നെയാണെന്ന് പറയുന്നേ? എന്റെ പെണ്ണിനെ കണ്ട എനിക്ക് തിരിച്ചറിയത്തില്ലേ? അതെ, നിന്റെ പെണ്ണ് ഏതാണെന്ന് നിനക്ക് തിരിച്ചറിയില്ല. അതാണ് സത്യം. അമ്മായി ഒരേ കള്ളം തന്നെ പലതവണ ആവർത്തിച്ച് പറഞ്ഞാലുണ്ടല്ലോ അത് സത്യാവില്ല. ഗാഥ വിടാനല്ലേ പറഞ്ഞു. എടി കീർത്തി, ദേ ഇവിടെ പോലിരിക്കുന്ന മറ്റൊരുത്തി ഈ വീട്ടിനകത്ത് എവിടെയോ ഉണ്ട്. നീ അവളെ പോയി പിടിക്ക്. ഇവന്റെ കൺമുന്നിൽ രണ്ടുപേരെ ഒരുമിച്ച് നിർത്തിയാലേ ഇവൻ വിശ്വസിക്കൂ. വാടാ മോനെ, നിന്റെ അടുത്ത കഥ ഞാൻ കാണിച്ചു തരാം. എന്റെ കൂടെ വാടാ. നീ വാ. അമ്മായി അവളുടെ കയ്യിലോട്ടെ. ഒന്ന് ക്ഷമിക്കും മോനെ. ഇന്നീ സത്യം തെളിയിച്ചു തന്നില്ലെങ്കിലേ ഞങ്ങൾക്കൊക്കെ ഭ്രാന്താണെന്ന് നിങ്ങൾ പറയുന്നത് സത്യമായിട്ട് വരും. എല്ലാത്തിനും ഒരു അതിരുണ്ടല്ലോ. വാടി ഇങ്ങോട്ട്. വരാൻ തുടങ്ങി ഇങ്ങോട്ട്. നടക്കണേ. ഇറങ്ങി വന്നേ ഇങ്ങോട്ട്. ഇനി സത്യം തെളിയിച്ചിട്ട് കാര്യമുള്ളൂ. മുത്തശ്ശി, ഞാൻ കൃഷ്ണ. അവരാരും എന്നെ കാണരുത്. ഗാഥയുടെ ഡ്രസ്സിനെ പറ്റി ഞങ്ങൾ അഭിപ്രായം പറഞ്ഞപ്പോ മുത്തശ്ശി ഞങ്ങളെ വഴക്ക് പറഞ്ഞ് ഓടിച്ചില്ലേ? എപ്പോ? ദേ അമ്മേ, നുണ പറയരുത്. അപ്പൊ അമ്മയും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന കള്ളക്കളി. എന്ത് കള്ളക്കളി? നവീൻ, ഇവരെന്തൊക്കെയാ പറയുന്നേ? പഴയ പല്ലവി തന്നെ മുത്തശ്ശി. അവര് മാത്രം ഈ വീട്ടില് രണ്ട് ഗാഥയെ കാണുന്നു. ഗാഥ നിൽക്കുന്ന കണ്ടില്ലേ? ഗാഥയെ അവര് പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് ഈ വീടിനകത്തുള്ള അടുത്ത ഗാഥയെ കാണിച്ചു തരാനാ. എങ്കിൽ പിന്നെ അതായിക്കോട്ടെ ഞാനും കരുതി. ഇതോടുകൂടി ശല്യം തീരുമല്ലോ. നിർമ്മലേ, ആദ്യം എന്റെ മുറിന്ന് പുറത്തു പോ. അമ്മേ, ഈ വീട്ടിനകത്ത് മുഴുവൻ ഞങ്ങൾ നോക്കി. ഈ മുറി കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഉറപ്പായിട്ടും അമ്മ കാണാതെ അവൾ ഇതിനകത്ത് കേറിയിട്ടുണ്ട്. നവീൻ, നമ്മളെ കൂടി ഭ്രാന്ത് പിടിപ്പിച്ചാലേ ഇവർക്ക് സമാധാനം കിട്ടൂ. എന്തായാലും നന്ദം വരുമ്പോ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതെ പറ്റില്ല. ആര് വരാനൊന്നും കാത്തു നിൽക്കണ്ട മുത്തശ്ശി. മുത്തശ്ശി ഒരു സമ്മതം തന്നാ മതി. ഇപ്പൊ പിടിച്ച് പുറത്താക്കും ഈ രണ്ടിനെ. ഞങ്ങളെ പിടിച്ച് പുറത്താക്കിയതുകൊണ്ട് സത്യം സത്യമാവാതിരിക്കോ? മിണ്ടി പോകരുത്. നിന്റെ അമ്മയെ എനിക്ക് കൈനീട്ടി അടിക്കാൻ പറ്റാത്തോണ്ടാ. പക്ഷെ നിന്നോടത് പറ്റും, മനസ്സിലായോ? അമ്മായി, ഈ മുറിന്ന് പുറത്തിറങ്ങി. ഇനി ഈ കാര്യത്തെ കുറിച്ച് അമ്മായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ രീതി വേറെ ആയിരിക്കും. നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നോ അതോ എന്നേക്കുമായി ഇവിടുന്ന് ഇറങ്ങുന്നോ? ഒരു കാര്യം എനിക്ക് വ്യക്തമായി അമ്മേ. ഈ കുടുംബത്തിനകത്ത് ആരും ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നുണ്ട്. നിർമ്മലയുടെ കണ്ണി പൊടിയിട്ട് ഒരുപാട് കാലം മുന്നോട്ട് പോകുന്ന ആരും കരുതണ്ട. നിർമ്മല കണ്ടുപിടിച്ചിരിക്കും. വാടി മോളെ. എന്നാലും ഈ സമയത്തിനിടെ അവൾ എവിടെ പോയി ഒളിച്ചു? ഇവിടെ എവിടെയെങ്കിലും നോക്കാം. നീ വാ. ഐ ആം റിയലി സോറി. നമ്മൾ ഒരുമിച്ച് എത്ര നല്ല ദിവസമായിരുന്നു. അതിന്റെ അവസാനം ഇങ്ങനെയായി പോയതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. അവരെ കുറിച്ച് ഗാഥമോൾക്ക് അറിയാവുന്നതല്ലേ മോനെ. നീ മോളെ കൂട്ടിപ്പോ. വരൂ ഗാഥ. അവളെവിടെ? എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയോ? തങ്കം, കൃഷ്ണ കുറച്ച് കഴിയുമ്പോ വരും. എന്തു പറ്റി? ഗോപാലിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഗോപാല, കാര്യം എന്താന്ന് പറ. എന്റെ മോളെവിടെ? അവക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തങ്കം, കൃഷ്ണയ്ക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങളൊരു പാർക്കിൽ ലോട്ടറി വിറ്റോണ്ടിരുന്നതാ. അപ്പൊ നവീൻ അവിടെ വന്നു.
അപ്പൊ നവീൻ ആ പാർക്കിൽ വെച്ച് കൃഷ്ണയെ കണ്ടു. ഗാഥയാണെന്ന് കരുതി കൃഷ്ണയെ പിടിച്ച് വണ്ടി കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു. ഗോപാലൻ എന്തിനാ അവളെ വിട്ടത്? അവളെ നോക്കുന്നുള്ള ധൈര്യത്തിലല്ലേ ഞാൻ പുറത്തു വിട്ടത്. അത് ഒരബദ്ധത്തിൽ അങ്ങനെ വന്നുപോയാ എനിക്കെങ്ങനെ തടുക്കാൻ പറ്റും? ഗാഥ എന്റെ ഭാര്യയല്ലേ, ഞാൻ അവളെ എവിടെ കൊണ്ടുപോയി തനിക്കെന്താ എന്ന് ചോദിച്ചാ? എന്തൊക്കെ പറയുന്നേ? അവക്കെങ്ങനെയാ അവന്റെ കൂടെ പോകാൻ പറ്റുക? എന്നിട്ട് എവിടേക്കാ അവര് പോയിരിക്കുന്നേ? ഞാൻ പിന്നെ വിളിച്ചില്ല. ആ, അത് നന്നായി. ഇത്രയ്ക്ക് ബോധമില്ലാണ്ടായാലോ ഗോപാല. ഞാനൊന്ന് വിളിക്കട്ടെ അവളെ. ആ ഹലോ അമ്മേ. നീ എവിടെയാ മോളെ? നീ എന്തിനാ അവൻ വിളിച്ചപ്പോ അവന്റെ കാറിൽ കയറി പോയത്? ഞാൻ ഇഷ്ടണ്ടായിട്ട് കയറി പോയതാണോ? പിടിച്ചു പിടിയാലെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നതാ. എന്നിട്ടിപ്പോ നീ എവിടെയാ? ഇങ്ങോട്ട് വന്നൂടെ നിനക്ക്? അതമ്മേ, നവീന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോരാൻ വേണ്ടി ഞാൻ ഒരുപാട് നോക്കിയതാ. പക്ഷെ നവീൻ സമ്മതിച്ചില്ല. അവസാനം ഇപ്പതേ എന്നെ കൊണ്ട് കളരിക്കൽ വന്ന് കേറി. അതിന് അവിടെ ഗാഥയില്ലേ? ആ ഉണ്ട്. അതൊക്കെ ഇവിടെ വലിയ പ്രശ്നമായി. എന്നിട്ടിപ്പോ ഒരു കുഴപ്പമില്ലാതെ ഞാനേ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്, നീ ഇനിയ ഭാഗത്തൊന്നും നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വന്നേ. പക്ഷെ ഒരു പ്രശ്നമുണ്ടമ്മേ.